ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunshi.com. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് +2 സ്റ്റുഡൻസിന് നെക്സ്റ്റ് കോഴ്സായിട്ട് BBA എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ അധികം സ്റ്റുഡൻസ് BBA എന്ന് പറഞ്ഞൊരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് BBA? സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും BBA എന്ന് പറഞ്ഞ കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. BBA എന്ന് പറയുന്ന ഒരു 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. അതായത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് മാനേജ്മെന്റ്, ബിസിനസ് സ്ട്രാറ്റജീസ്, ഓണ്ടർപ്രണർഷിപ്പ് പോലുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് കോഴ്സാണ് BBA എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത് ബിസിനസ് കൺസെപ്റ്റ്സ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്, ഓപ്പറേഷൻ, HR, ഫിനാൻസ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തിന് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിനാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ലെവലിലായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് കാര്യങ്ങൾ, ഇപ്പം നമുക്കറിയാം ബിസിനസ് തുടങ്ങാനായിട്ട് എല്ലാവരും BBA പഠിക്കണം, MBA പഠിക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ബേസിക് നോളജ് കാര്യങ്ങൾ, എവിടെ തുടങ്ങണം, എങ്ങനെയൊക്കെ തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ മാനേജീരിയൽ, ലീഡർഷിപ്പ് പോലുള്ള ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ, അതേപോലെ ഒരുപാട് ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഈ ഒരു BBA കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് മാത്രമല്ല, ബിസിനസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ഈ ഒരു ടൈമിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ, അതേപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകൾ പല പല മേഖലകളിലായിട്ട്, മാർക്കറ്റിംഗ്, ഫിനാൻസ്, അതേപോലെ തന്നെ ബാങ്കിങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലകളിലാണ് ഈ ഒരു ഫീൽഡിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നത്. ഇനി സ്വന്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനടക്കം ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കുറേ അധികം ഫീൽഡിലോട്ട് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്നു. അതേപോലെ തന്നെ BBA എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ഒരു ഡിഗ്രി ആയിട്ട് കിട്ടും. അതേപോലെ BBA തന്നെ കുറേ അധികം സ്പെഷ്യലൈസേഷനോട് കൂടി തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഫീൽഡ് വേണം, അല്ലെങ്കിൽ ഫിനാൻസ് ഫീൽഡ് വേണം. അപ്പോൾ BBA എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ ഒരു മൊത്തത്തിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ 3 ഇയറിൽ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്പെഷ്യലൈസേഷനോട് കൂടി നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഫീൽഡിൽ നിങ്ങളെ കൂടുതൽ അവർ ഡെവലപ്പ് ചെയ്യാനും സ്കിൽസ് കൂട്ടാനും അതേപോലെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാനും ഈ ഒരു സ്പെഷ്യലൈസേഷനോട് കൂടി നമ്മൾ BBA എടുക്കുമ്പോൾ നമുക്ക് കുറേ അധികം സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇനി BBAയിൽ തന്നെ കുറേ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ടോപ്പായി നിൽക്കുന്ന കുറച്ച് സ്പെഷ്യലൈസേഷൻസ് ചെയ്താൽ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഏത് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് ആ ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BBA മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സ്പെഷ്യലൈസേഷനോട് കൂടി ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡിങ്, അഡ്വർടൈസിങ്, സെയിൽസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തുകൊണ്ടിട്ടുള്ള BBA എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഫിനാൻസ് ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് അതേപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളിലൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്പെഷ്യലൈസേഷനോട് കൂടി BBA ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമുക്കറിയാം HR പോസ്റ്റിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ HR ആവാൻ ആഗ്രഹമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് BBA വിത്ത് HR മാനേജ്മെന്റ്. ഇതിൽ വരുന്നത് എംപ്ലോയി റിലേഷൻ, ട്രെയിനിങ്, റിക്രൂട്ട്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഫീൽഡിലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു HR മാനേജർ ആവണം, അല്ലെങ്കിൽ HR ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ സ്പെഷ്യലൈസേഷൻ ആണ് HR മാനേജ്മെന്റ്. ഇനി നിങ്ങൾക്ക് ഗ്ലോബൽ ട്രേഡ്, ഗ്ലോബൽ മാർക്കറ്റിംഗിലൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യലൈസേഷനോട് കൂടി BBA ചൂസ് ചെയ്യാം. ഇനി ഇതല്ല, ഇപ്പോൾ എമർജിംഗ് ആയിട്ടുള്ള വരുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം കുറേ അധികം സ്റ്റുഡൻസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലാണ്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് BBAന്റെ ഒപ്പം തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റിയാലോ. അപ്പോൾ BBA പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വരുന്നത് മെയിനായിട്ട് കണ്ടന്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SEO പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കുറേ അധികം സ്പെഷ്യലൈസേഷനോട് കൂടി ഈ ഒരു കോഴ്സ്, ഇത് മാത്രമല്ല ഇനിയുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് അതേപോലെ തന്നെ ഈ സ്പെഷ്യലൈസേഷൻസിലൊക്കെ തന്നെ കുറേ അധികം ജോബ് റോൾസും വരുന്നുണ്ട്. ആൻഡ് BBA പഠിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ മെയിനായിട്ട് നിൽക്കുന്ന കുറച്ച് ജോബ് റോൾസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, HR മാനേജർ,
ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, ഓൺടർപ്രണർ. ആൻഡ് ഇനി നിങ്ങൾക്ക് കരിയർ അല്ല വേണ്ടത്, ഇനി BBA കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MBA ചൂസ് ചെയ്യാം. ഇനി MBA ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് BBAയിൽ എടുത്ത സെയിം സ്പെഷ്യലൈസേഷനോട് കൂടി തന്നെ MBA വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ BBA കഴിഞ്ഞിട്ട് MBA എടുക്കുന്നതിനായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, ലീഡർഷിപ്പ് സ്കിൽസ്, അതേപോലെ തന്നെ മാനേജീരിയൽ സ്കിൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബിസിനസ് ഫീൽഡിൽ തന്നെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനും ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ ഈ ഒരു 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയിട്ടുള്ള BBA എന്ന് പറയുന്ന കോഴ്സ് എടുക്കാൻ ആഗ്രഹമുള്ള എല്ലാ സ്റ്റുഡൻസും ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ചൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അത്രയും ബ്രാൻഡ് വാല്യൂ ഉള്ള, സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള ഒരു കോളേജ് ആയിരിക്കണം. അങ്ങനെ അല്ലാത്തൊരു കോളേജാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ BBA കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ജോബിനൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം റിക്രൂട്ടേഴ്സ് ഒക്കെ പറയും സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമ്മളെ ചിലപ്പോൾ മാറ്റി നിർത്തപ്പെടാം. അതുകൊണ്ട് എപ്പോഴും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ആൻഡ് ഇനി നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ BBA കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ജോലിക്ക് കയറണം എന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലേസ്മെന്റ്സ്, ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യലൈസേഷൻ ഈ ഒരു നമ്മൾ ചൂസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് അടുത്ത് നോക്കേണ്ടത്. BBA നിങ്ങൾക്ക് ഒരു ജനറൽ BBA പഠിക്കാം, അതേപോലെ തന്നെ സ്പെഷ്യലൈസേഷനോട് കൂടിയും പഠിക്കാം. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഇന്നൊരു ഫീൽഡിലോട്ട് തന്നെ പോകണം എന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ആദ്യം മുതലേ BBA സ്പെഷ്യലൈസേഷനോട് കൂടി പഠിക്കാൻ നോക്കുക. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കരിയർ റിലേറ്റഡ് അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്ത് സ്പെഷ്യലൈസേഷൻ ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്, ബെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നുള്ള ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ കരിയർ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും.